നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന വിഷയത്തിലെ പ്ലഡ്ജ് ആൻഡ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് പ്ലഡ്ജ് എന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിങ്ങളോടായി പങ്കുവയ്ക്കുന്നത്. Before we study about pledge or pawn, let us understand what is bailment. Bailment is the delivery of goods by one person to another for a specific purpose. The goods are delivered on the condition that they shall be returned on fulfillment of the specific purpose. അതായത് ഒരു വ്യക്തി തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നതിനായി മറ്റൊരു വ്യക്തിക്ക് വിട്ടു നൽകുന്നതിനെയാണ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. ആ പ്രത്യേക ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ സാധനങ്ങൾ മടക്കി നൽകണമെന്നുള്ള നിബന്ധനയോട് കൂടിയാണ് സാധനങ്ങൾ വിട്ടു നൽകുന്നത്. Let's see what is pledge or pawn. A pledge is a special kind of bailment. In this case, the goods are delivered as a security for a loan or for the fulfillment of an obligation. Section 172 of the Indian Contract Act defines pledge as the bailment of goods as security for payment of a debt or performance of a promise. പ്ലഡ്ജ് അഥവാ പോൺ എന്ന കോൺട്രാക്റ്റും ഒരു ബെയിൽമെൻ്റ് ആണ്. പക്ഷേ അതൊരു പ്രത്യേകതരം ബെയിൽമെൻ്റ് ആണ്. ഇവിടെ ഒരു വ്യക്തി തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ താൻ കടമെടുക്കുന്ന തുക തിരിച്ചു നൽകും എന്ന ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഒരു ബാധ്യത നിറവേറ്റും എന്ന ഉറപ്പിന് വേണ്ടി ഒരു സെക്യൂരിറ്റിയായി അല്ലെങ്കിൽ ഈടായി സാധനങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വിട്ടു നൽകുന്നതിനെയാണ് പ്ലഡ്ജ് അഥവാ പോൺ എന്ന് പറയുന്നത്. Let's see an example for a contract of pledge. Ramesh borrows rupees 50,000 from Citibank and keeps his gold as security for payment of that debt. It is a contract of pledge or pawn. രമേശ് 50,000 രൂപ സിറ്റി ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. ഈ തുക താൻ തിരിച്ചടയ്ക്കുമെന്ന ഉറപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഈടായിട്ട് തൻ്റെ സ്വർണം ബാങ്കിന് നൽകുന്നു. ഇതിനെയാണ് നാം കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജ് അഥവാ പോൺ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ബാങ്കുകളിൽ സ്വർണം ഈട് വെച്ച് വായ്പ എടുക്കാറുണ്ട്, വസ്തുവിൻ്റെ ആധാരം ഈട് വെച്ച് വായ്പ എടുക്കാറുണ്ട്, അങ്ങനെ പലതരത്തിലും വായ്പ എടുക്കാറുണ്ട്. ഇതിനെല്ലാം നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജ് അഥവാ കോൺട്രാക്റ്റ് ഓഫ് പോൺ എന്ന് വിളിക്കാം. ഇനി പോണർ ആരാണ് അല്ലെങ്കിൽ പ്ലഡ്ജർ ആരാണെന്ന് നോക്കാം. The person who delivers the goods as security for payment of a debt or performance of a promise is called the pawner. In the aforesaid example, Ramesh is the pawner. കടമെടുത്ത തുക തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന ഉറപ്പിന് വേണ്ടി ഈടായി സാധനങ്ങൾ നൽകുന്ന വ്യക്തിയെയാണ് പോണർ അഥവാ പ്ലഡ്ജർ എന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ രമേശാണ് പോണർ. കാരണം ഈടായ സ്വർണം നൽകുന്നത് രമേശാണ്. ഇനി നമുക്ക് പോണി അഥവാ പ്ലഡ്ജി ആരാണെന്ന് നോക്കാം. ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് എ ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് കോൾഡ് ദ പോണി ഓർ പ്ലഡ്ജി. ഇൻ ദ അഫോർസെഡ് എക്സാമ്പിൾ, സിറ്റി ബാങ്ക് ഇസ് ദ പോണി. കടമെടുത്ത തുക തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന ഉറപ്പിലേക്കായി ഈട് നൽകുന്ന സാധനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളെയാണ് പോണി അഥവാ പ്ലഡ്ജി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉദാഹരണത്തിൽ ഈടായ സ്വർണം സ്വീകരിക്കുന്നത് സിറ്റി ബാങ്കാണ്. അതുകൊണ്ട് സിറ്റി ബാങ്ക് ഇവിടെ പോണിയാണ്. Now let us see the essential features of a valid pledge. Number 1, delivery of possession of goods. Number 2, delivery should be upon a contract. Number 3, delivery should be upon a condition to return. Number 4, delivery should be for the purpose of security. And finally, number 5, no transfer of ownership. ഒന്നാമത്തെ essential feature, delivery of possession of goods.
The essential and important element of a valid pledge is that the possession of the goods must be delivered by the pawners to the pawnee. അതായത് പോണർ തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ പോണിക്ക് യഥാർത്ഥത്തിൽ വിട്ടു നൽകണം. ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ സ്വർണം ഈടായി നൽകാമെന്ന് പറഞ്ഞാൽ പോരാ, അത് വിട്ടു നൽകുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ ഫീച്ചർ, ഡെലിവറി ഷുഡ് ബി അപ്പോൺ എ കോൺട്രാക്ട്. ഫോർ എ വാലിഡ് പ്ലെഡ്ജ്, ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് ഇൻ പെർസുവൻസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്. Thus, the delivery should be made with an intention to create pledge. പ്ലെഡ്ജ് അഥവാ പണയം എന്ന കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയായിരിക്കണം സാധനങ്ങൾ പോണർ പോണിക്ക് വിട്ടു നൽകേണ്ടത്. ഇതാണ് ഇവിടുത്തെ നിബന്ധന. മൂന്നാമത്തെ ഫീച്ചർ, ഡെലിവറി ഷുഡ് ബി അപ്പോൺ എ കണ്ടീഷൻ ടു റിട്ടേൺ. The goods which are delivered to the pawnee as a security for the loan or fulfillment of a promise is to be returned to the pawner when such loan is repaid or promise is fulfilled. അതായത് കടമെടുക്കുന്ന തുക തിരിച്ചടയ്ക്കും എന്ന ഉറപ്പിനു വേണ്ടി അല്ലെങ്കിൽ നൽകിയ വാഗ്ദാനം നിറവേറ്റും എന്ന ഉറപ്പിനു വേണ്ടി ഈട് നൽകുന്ന സാധനങ്ങൾ തുക തിരിച്ചടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വാഗ്ദാനം നിറവേറ്റുമ്പോൾ മടക്കി നൽകണമെന്നുള്ള നിബന്ധനയോടുകൂടിയാണ് പോണർ പോണിക്ക് സാധനങ്ങൾ വിട്ട് നൽകേണ്ടത്. നാലാമത്തെ ഫീച്ചർ, ഡെലിവറി ഷുഡ് ബി ഫോർ ദ പേർപ്പസ് ഓഫ് സെക്യൂരിറ്റി. The goods should be delivered by one person to another by way of security. The pawner should deliver the goods to the pawnee as a security for the payment of loan or for the fulfillment of an obligation. കടമെടുക്കുന്ന തുക തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ ബാധ്യത തീർക്കും എന്ന ഉറപ്പിനു വേണ്ടി സെക്യൂരിറ്റിയായി അല്ലെങ്കിൽ ഒരു ഈടായി മാത്രമേ പോണർ പോണിക്ക് സാധനങ്ങൾ വിട്ടു നൽകാൻ പാടുള്ളൂ. നാലാമത്തെ ഫീച്ചർ, ഡെലിവറി ഷുഡ് ബി ഫോർ ദ പേർപ്പസ് ഓഫ് സെക്യൂരിറ്റി. The goods should be delivered by one person to another by way of security. The pawner should deliver the goods to the pawnee as a security for the payment of loan or for the fulfillment of an obligation. കടമെടുക്കുന്ന തുക തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ ബാധ്യത തീർക്കും എന്ന ഉറപ്പിനു വേണ്ടി സെക്യൂരിറ്റിയായി അല്ലെങ്കിൽ ഒരു ഈടായി മാത്രമേ പോണർ പോണിക്ക് സാധനങ്ങൾ വിട്ടു നൽകാൻ പാടുള്ളൂ. ലാസ്റ്റ് ഫീച്ചർ, നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഇൻ എ പ്ലെഡ്ജ്, the pawner does not transfer the ownership to the pawnee. Possession alone is transferred, but ownership is retained by the pawner. പ്ലെഡ്ജ് അഥവാ പോൺ എന്ന കരാറിൽ ഒരാൾ സാധനങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ കൈവശ അവകാശം മാത്രമേ കൈമാറുന്നുള്ളൂ, ഉടമസ്ഥാവകാശം ഒരിക്കലും കൈമാറുന്നില്ല. ഈ വീഡിയോ ലെക്ചറിലൂടെ പ്ലെഡ്ജ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് പ്ലെഡ്ജ് എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സുകൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ യൂട്യൂബ് ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.